പുഷ്പ 2 കാണാനായിട്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് സൈക്കിൾ എടുത്ത് ഇറങ്ങാണ്. അപ്പോൾ FDFS ഷോ 4 മണിയുടെ വനിതയിൽ ടിക്കറ്റ് കിട്ടിയില്ല. പകരം 8:30യുടെ ഷോയ്ക്ക് ലുലു മാളിൽ ടിക്കറ്റ് എടുത്തു. 8:30ക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്ക് പോവുകയാണെങ്കിൽ സുന്ദരമായിട്ട് സൈക്കിൾ ഓട്ടി പോകാം. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 7:30 ആയി. 7:30ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ എത്താനായിട്ട് 8:30ക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ 35 കിലോമീറ്റർ പെർ അവറിൽ സൈക്കിൾ ചവിട്ടണം. അതും ഒറ്റ സ്ട്രെച്ചിൽ ചവിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി പോകാമെന്ന് വെച്ചപ്പോൾ സൈക്കിളിന് ഏറില്ല, ഏറ് കുറവാണ്. അതെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി വീട്ടിൽ നിന്ന് സൈക്കിൾ എടുത്ത് ഇറങ്ങി. അങ്കമാലി വരെ ഏകദേശം 7-8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും അങ്കമാലി വരെ ഒരു വാമപ്പ് റൈഡ് എന്നുള്ള രീതിയിൽ എടുത്തു. 4th ഗിയറിലാണ് പോണേ. അങ്കമാലി ചെന്നിട്ട് പിന്നെ ഫസ്റ്റും സെക്കൻഡും ഗിയറിലിട്ട് നല്ല സ്പീഡിൽ പോയാലാണ് കാര്യങ്ങൾ നടപ്പാവുള്ളൂ. നമുക്ക് സൈക്കിളിന് മസ്റ്റ് ഹാവായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് സൈക്കിളിൻ്റെ ഹോൺ. അപ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ ഹോൺ എന്ന് പറയുന്നത് എൻ്റെ ഈ ഹാൻഡിലുമേ ഇരിക്കുന്ന ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ഹോണാണ്. ഞാൻ നമുക്ക് അതിൻ്റെ ശബ്ദം കേൾപ്പിച്ച് തരാം. ഇതാണ് ശബ്ദം. ഇത് 2-3 മോഡുണ്ട്. പക്ഷേ ഞാൻ ആ മോഡ് മാറ്റാൻ നിൽക്കാറില്ല. നമുക്കിപ്പോൾ ഹോണെന്ന് പറയുന്നത് ഒരു ആവശ്യത്തിനാണല്ലോ. പല ഹോണുണ്ട്, കേൾക്കാൻ നല്ല രസമുള്ള പല മോഡലുണ്ട്. നിങ്ങൾക്കത് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഈ ഹോണിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോർച്ച് ഊരുമ്പോൾ അതും ഊരണം. അപ്പോൾ 2 ഊരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോർച്ച് ചാർജ് ചെയ്യുന്നത് ഈ സൈക്കിളിൽ വെച്ച് തന്നെ ചാർജ് ചെയ്യും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അത് നമ്മുടെ മൈക്രോ USB വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം. ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ഞാനിപ്പോൾ പോകുന്ന ഗിയർ 4ാമത്തെ ഗിയറാണ്. അപ്പോൾ 4ാമത്തെ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ചവിട്ടാൻ, എന്ന ആവശ്യത്തിന് സ്പീഡ് ഉണ്ടാവും. ആ ഒരു ഗിയറിൽ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്കമാലി എത്തിക്കഴിയുമ്പോൾ ഗിയർ 1-ലും 2-ലും എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡ് ഗിയറിലിട്ട് പോകണം. എന്നാലാണ് നമുക്ക് മാക്സിമം നേരത്തെ അവിടെ എത്താൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ 8 മണിയായി. ഇനി നമുക്ക് 8:30 ആകുമ്പോൾ സിനിമ തുടങ്ങും. എറണാകുളം എന്ന് പറയുമ്പോൾ കൃത്യം അങ്കമാലിയിൽ നിന്ന് ഏകദേശം ഒരു 28 കിലോമീറ്റർ ഉണ്ട് ലുലു മാളിലേക്ക്. അപ്പോൾ ഏകദേശം 65 പിടിക്കണം. അത്ര എത്തില്ല, 35 പിടിക്കാനാണ് ഞാൻ നോക്കണത്. അങ്ങനെ ആലുവ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ സൈക്കിൾ ഓട്ടി ആൾ പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൈറ്റും സൈക്ലിംഗ് പോസ്റ്ററും എല്ലാം നല്ല കൃത്യമായിരുന്നു കേട്ടോ. കാണാനും നല്ല രസമുണ്ട്. ഡ്രസ് കോഡൊക്കെ. അങ്ങനെ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി ഞാൻ മെട്രോയ്ക്ക് പോകുന്ന വിചാരിക്കണേ. കാര്യം സൈക്കിള് ചവിട്ടുകയാണെങ്കിൽ മരിച്ച് ചവിട്ടണം, പിന്നെ അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് നേരെ മെട്രോ വഴി നമുക്ക് എങ്ങനെ പോകണേന്ന് നോക്കിയാലോ, സൈക്കിൾ എങ്ങനെ കൊണ്ടുപോകണേന്ന് നോക്കിയാലോ. സൈക്കിള് മെട്രോ വഴി കൊണ്ടുപോകാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, സൈക്കിൾ മെട്രോയിൽ ഫ്രീ ആണ്. അഡീഷണൽ ചാർജ് ഇല്ല. നമ്മുടെ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:15, 8:20 ആയിട്ടുണ്ട്. നല്ല ഓഫീസ് ടൈം ആയതുകൊണ്ട് ലിഫ്റ്റിൽ തിരക്കുണ്ടാവും. നമുക്ക് ലിഫ്റ്റ് വഴി മാത്രമേ സൈക്കിൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നേരെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഓഫീസ് ടൈം ആയതുകൊണ്ട് ആൾക്കാർ ഞാൻ ആദ്യം വന്നെങ്കിലും എന്നോട് മാറ്റിയെടുത്തിട്ട് ആൾക്കാർ കയറി. അപ്പോൾ ആൾക്കാർ ഒരു ട്രിപ്പ് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ട്രിപ്പ് ആൾക്കാർ പോയതിന് ശേഷം എനിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ അവിടെ വന്ന് നൈസായിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല, അടിച്ച് മിനിച്ച് നിന്നോളണം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഏകദേശം 29 കിലോമീറ്റർ പെർ അവറിലെ ചവിട്ടി 35 പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അങ്ങനെ ലിഫ്റ്റിൽ കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ സൈക്കിൾ കൊണ്ടുപോകാനായിട്ട് ഒരു പ്രത്യേക വഴിയുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ സൈക്കിൾ വെക്കണം. അതിൻ്റെ അടുത്തൊരു ഡോറുണ്ട്. ആ ഡോറ് ലോക്ക്ഡ് ആയിരിക്കും. നമ്മൾ പോയി ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ബോഡി സ്കാൻ ചെയ്ത് ബാഗിന് സ്കാൻ ചെയ്ത് അപ്പുറത്തേക്കൂടെ വരണം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. 10% ഓഫ് ഉണ്ട് ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ. പിന്നെ അതിനൊന്നും സമയം ഉണ്ടായില്ല. നേരെ കൗണ്ടറിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തു. നേരെ സൈക്കിൾ വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് ആ ഇരിക്കുന്ന മേഡം ഉണ്ടല്ലോ, ആ മേഡത്തിൻ്റെ അടുത്ത് ഈ ഡോറിൻ്റെ താക്കോല് മേടിച്ചു. താക്കോല് മേടിക്കേണ്ട ഒന്നില്ല, ഇത് ലോക്ക്ഡ് ആയിരുന്നില്ല. അങ്ങനെ നേരെ അവിടെ നിന്ന് സൈക്കിൾ എടുത്തു. വീണ്ടും ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. ലിഫ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഫീസ് ടൈം ആയതുകൊണ്ട് നമ്മൾ അടിച്ച് പിന്നിച്ച് നിൽക്കണം. അങ്ങനെ ലിഫ്റ്റൊക്കെ കയറി പ്ലാറ്റ്ഫോമിൽ വന്നു. പ്ലാറ്റ്ഫോമിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനിൻ്റെ 2 അറ്റത്ത് സൈക്കിൾ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്താണ് നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ട്രെയിൻ അകലേന്ന് വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.
അങ്ങനെ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലുവ സ്റ്റേഷൻ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലുവ സ്റ്റാർട്ടിങ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഒരു അല്പസമയം എന്തൊക്കെയാൽ ആലുവയിൽ നിർത്തും. നമ്മൾ വലിയ തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല മെട്രോയിൽ കയറാനായിട്ട്, ട്രെയിനിൽ കയറാനായിട്ട്. അങ്ങനെ ട്രെയിൻ വന്നു. എൻ്റെ തൊട്ട് സൈഡിലൊക്കെ ഒരുപാട് പേര് ആൾക്കാർ നിൽക്കുന്നുണ്ട് സീറ്റ് പിടിക്കാൻ വേണ്ടി. ആദ്യം തന്നെ കയറുമ്പോൾ ആലുവയിൽ നിന്ന് എന്തൊക്കെയായാലും തിരക്കുണ്ടല്ലോ, പിന്നെ ഓഫീസ് ടൈമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിൻ ഫുൾ കാലിയായിട്ട് വന്നേ. ട്രെയിൻ വന്നത് എനിക്ക് തോന്നുന്നു സർവീസ് സ്റ്റേഷനിൽ നിന്നാണ് വന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കാലിയായിട്ട് എന്തൊക്കെയായാലും വരില്ലല്ലോ. അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ട്രെയിൻ ആയിരിക്കണം, രാവിലത്തെ ഫസ്റ്റ് ട്രെയിൻ. അതെനിക്കറിയില്ല അങ്ങനെയാണോ എന്നുള്ള കാര്യം. എന്തൊക്കെയായാലും ട്രെയിൻ വന്നു. സൈക്കിള് ഞാൻ കയറ്റി. സൈക്കിള് നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് സ്റ്റാൻഡുമേ വയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ബെൽറ്റ് ഉണ്ട് സൈഡിൽ, ആ ബെൽറ്റുമേ വെച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ചോളണം. അല്ലെങ്കിൽ സൈക്കിൾ ട്രെയിൻ എടുക്കുമ്പോൾ മറിഞ്ഞു വീഴും. പിന്നെ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. മാക്സിമം ഒതുക്കി നമ്മൾ ഈ ബെൽറ്റിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യണത് ഒരു 2-3 പ്രാവശ്യം ചുറ്റിയിട്ട് നല്ല ടൈറ്റായിട്ട് ചുറ്റിയിട്ട് ശേഷമാണ് ഞാൻ ആ ക്ലിപ്പ് ഇടാറുള്ളത്. അങ്ങനെ സൈക്കിൾ വെച്ചു. അത് കഴിഞ്ഞ് എടപ്പള്ളി ലുലു മാള് സ്റ്റേഷനിലെത്തി. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിൻ്റെ അടുത്ത് വന്നിട്ട് ലിഫ്റ്റ് വഴി താഴത്തേക്ക് വന്നു. അപ്പോൾ ലുലു മാളിൽ ഈ റോഡ് ക്രോസിങ്ങിൻ്റെ അവിടെ സൈക്കിൾ വിട്ട് നല്ല ദൂരമുണ്ട് കേട്ടോ. ലിഫ്റ്റ് നല്ല വലിയ ലിഫ്റ്റാണ് കേട്ടോ. സൈക്കിള് ഒതുക്കി വെച്ച് കഴിഞ്ഞാലും ഇഷ്ടംപോലെ ആൾക്കാർക്ക് കയറി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ലുലു മാളെത്തി. ലുലു മാളിൽ ഏറ്റവും താഴെ TW1 എന്ന് പറയുന്ന സ്ഥലത്താണ്, ആ പില്ലറിൻ്റെ അടുത്താണ് എല്ലാ സൈക്കിളുകളും വയ്ക്കുന്നത്. അവിടെ സൈക്കിൾ വെച്ചു. എൻ്റെ ബാഗിൽ നിന്ന് മൊബൈൽ ഹോൾഡറിൽ നിന്ന് മൊബൈൽ എടുത്ത് ബാഗിലിട്ടു. ഒരു കുപ്പി വെള്ളം എടുത്തു. നേരെ PVRലേക്ക് പോണത്. തലേ ദിവസം തന്നെ ടിക്കറ്റ് എടുത്തുകൊണ്ട് തിരക്കില്ല, അല്ലെങ്കിൽ ഇവിടെ വന്ന തിരക്കായിരിക്കും. അങ്ങനെ വാഷ്റൂമിൽ വന്നിട്ട് ഡ്രസ്സ് മാറി. അപ്പോൾ ഡ്രസ്സ് മാറിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ തിരക്ക് പിടിച്ചു പോകുന്ന കാരണം മുണ്ടെടുക്കാൻ മറന്നു, ഷർട്ട് മാത്രം എടുത്തോളൂ. എന്തൊക്കെയായാലും ഷർട്ട് മാറിയിട്ടു, അല്ലെങ്കിൽ നല്ല മുഷിഞ്ഞ ഇതായിരിക്കും. പിന്നെ നനഞ്ഞിരുന്നിട്ട് AC കയറുമ്പോൾ തണുപ്പും കൂടുതലായിരിക്കും. പടത്തിൽ ഒരുപാട് ലോ മൊമെൻസും ഹൈ മൊമെൻസും പിന്നെ ഡാൻസൊക്കെ, ശ്രീലീല വന്നിട്ടുള്ള ഡാൻസൊക്കെ വന്നപ്പോൾ വൻ രസമായിരുന്നു. അപ്പോൾ പടം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അങ്ങനെ അവിടെ നിന്ന് നേരെ കുബാബ കടയിൽ പോയിട്ട് കുഴിമന്തി കഴിക്കാൻ പോവാണ്. ആംബിയൻസ് ഉള്ള കടയുണ്ട്. കയറി തന്നെ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാരും നല്ല ഹൈജീനിക് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് കുബാബ. അങ്ങനെ അവിടെ എത്തി. അവിടുത്തെ ഒരു സ്പെഷ്യൽ മന്തിയാണ് ഞാൻ കഴിച്ചത്. ഒരു മന്തിക്ക് 260 രൂപയാണ് ക്വാർട്ടർ, സ്പെഷ്യൽ മന്തിക്ക്. അങ്ങനെ ഓർഡർ ചെയ്തു. ഒരുപാട് സമയമൊന്നും എടുത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വന്നു. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കറക്റ്റ് സമയത്താണല്ലോ, 12-12:30 സമയത്താണ് ഭക്ഷണം കഴിക്കാൻ കയറിയത്. അപ്പോൾ എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു ചമ്മന്തി, പിന്നെ റൈസ്. ചിക്കൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നല്ല പ്രത്യേക മസാലയൊക്കെ ആയിട്ടുള്ളൊരു ചിക്കൻ, പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സലാഡ്. അപ്പോൾ തക്കാളി നമ്മുടെ യൂഷ്വൽ തക്കാളി ചമ്മന്തി തന്നെ. പിന്നെ ഈ ചമ്മന്തി അത്യാവശ്യം എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നി. പുളിയും മധുരവും എരിവൊക്കെ ആയിട്ട് ഒരു ചമ്മന്തി. പിന്നെ സലാഡിൽ മെയിനായിട്ട് ക്യാബേജും പൈനാപ്പിളും ചേർത്തിട്ടുള്ളൊരു സലാഡ്. മയോണസ് യൂഷ്വൽ ഇത്. പിന്നെ ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ചിക്കനും റൈസുമാണ്. നല്ല ഒരു പ്രത്യേക ഗ്രേവി അതുമേ ഉണ്ടായി. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ്റെ. മസാല കാണിച്ചിട്ട്, ഇതാണ് മസാല. അത് ചീസോ അങ്ങനെ എന്തൊക്കെ പോലെ ചേർത്ത പോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഇത്. അങ്ങനെ സംഭവം ടേസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ഇംപ്രഷൻ നല്ല ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ മാത്രം എടുത്ത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ല പുളിയും എരിവുമാണ്. അപ്പോൾ
നിങ്ങൾക്ക് പുളിയും എരിവും നല്ലോണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് ഇത് ചിലപ്പോൾ ഒരു ആവറേജ് ആയിട്ടേ തോന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടായി. സാധാരണ കുഴിമന്തി കടയിൽ വന്നിട്ട് ഫുഡ് വേസ്റ്റ് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. കാര്യം എന്തൊക്കെയായാലും നല്ല ക്വാണ്ടിറ്റിയിലാണ് കുഴിമന്തി നമ്മൾ മേടിക്കണേ. അപ്പോൾ അത് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരിക്കും വരുന്നത്. ആൾക്കാർ വേസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ അത് നല്ല രസകരമായിട്ട് കഴിച്ച് എനിക്ക് ഈ ചിക്കനിൽ പുളി കൂടി തോന്നി പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയോണസ് അത്യാവശ്യം മധുരമൊക്കെ ആയിട്ടുള്ളതാണല്ലോ, അത് മുഴുവൻ ചോറിലേക്ക് ചിക്കനിലേക്ക് ഇട്ട് കൂട്ടി കുഴച്ചാണ് കഴിച്ചത്. കുബാബ റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ പോകുന്നത് അപ്ഗ്രേഡ് സൈക്കിളറി എന്ന് പറയുന്ന സൈക്കിൾ ഷോപ്പിലാണ്. അവിടെ ചെന്നിട്ട് എനിക്കൊരു സാഡിൻ്റെ പുറകിൽ വെക്കുന്ന, സാഡിൻ്റെ അടിയിൽ നിന്ന് വെക്കുന്ന ഒരു ബാഗ്, ആ ബാഗ് ഉണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ഷോൾഡർ ബാഗ് എനിക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നേരെ അവിടേക്ക് പോകുന്നത്. അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. പിന്നെ നിലവിൽ എൻ്റെ സൈക്കിളിൻ്റെ പമ്പിൻ്റെ ഒരു അഡാപ്റ്റർ പോയി, അത് സ്പെയർ കിട്ടില്ല. അപ്പോൾ പുതിയ പമ്പും പറ്റുമെങ്കിൽ നോക്കണം. അങ്ങനെ നേരെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്നത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോണേ. അപ്പോൾ എനിക്ക് ഇവിടെ സ്ഥലം അറിയില്ല, വൈറ്റില ആ വഴിയൊക്കെയാണ് പോകുന്നത്. ആ വഴി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പാലാരിവട്ടം ഹൈക്കോർട്ട് വഴിയാണെങ്കിൽ എനിക്കറിയാം. അപ്പോൾ ഇത് എനിക്കറിയാത്ത വഴിയാണ്. നേരെ ആ വഴിക്ക് പോകണം. ഈ റെഡ് കളറിൽ ഞാൻ തൂക്കിയിടുന്നതാണ് ഷോൾഡർ ബാഗ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞാൻ ഈ ബാഗിൽ ഇടണേ. അപ്പോൾ നമ്മൾ വെയിറ്റ് വെച്ചിട്ട് വേണം സൈക്കിൾ ഓടാനായിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഒരു സാഡിൽ ബാഗ് മേടിക്കേണ്ടത്. പിന്നെ ഫ്രണ്ടിൽ ഈ ഹാൻഡിലിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹാൻഡിൽ ബാഗും മേടിക്കണം. അപ്പോൾ ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസകരമായിട്ട്, ചെറിയ വഴിയാണെങ്കിലും വലിയ തിരക്കില്ല, ചെറിയ വഴിയിൽ തിരക്ക് കുറവാണ്. പിന്നെ നല്ല ഗ്രീനറിയൊക്കെ ഉണ്ട്, എന്നാൽ ചെറിയ തണലും ഉണ്ട്. അങ്ങനെ എറണാകുളത്തിൻ്റെ അകത്തുള്ള ഗ്രാമപ്രദേശം ആ വഴി കൂടെയാണ് പോണത്. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് വഴി പോകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കുറേ ഇടവഴി കൂടെയൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ ആ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വഴിയാണ് കേട്ടോ, റോഡൊക്കെ നല്ല റോഡ്, ഗട്ടറൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് സൈക്കിൾ ഓട്ടി പോകുന്ന റോഡ്. നിലവിൽ എൻ്റെ സൈക്കിളിനുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് ഇച്ചിരി പ്രശ്നമായിട്ടിരിക്കണേ. അപ്പോൾ എൻ്റെ ഹൈറ്റ് ശരിയായിട്ടല്ല ഇരിക്കണേ, സീറ്റ് ഇളകി ഇരിക്കണം. അപ്പോൾ അത് ശരിയാക്കാനും കൂടിയാണ് പോണത്. അത് ഡെക്കാത്തലോണിൽ പോയിട്ട് ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. കാര്യം ഡെക്കാത്തലോണിൽ അതിൻ്റെ സ്പെയറും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യത. ഇത് എൻ്റെ സൈക്കിൾ ഡെക്കാത്തലോൺ പ്രൊഡക്റ്റാണ്. അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകാശം നല്ല രസമുണ്ട് കാണാനായിട്ട്. പാലത്തിൻ്റെ മുകളിൽ കൂടെ ആയിരുന്നു പോകേണ്ടത്, പക്ഷെ എനിക്ക് മാറിപ്പോയി, തെറ്റിപ്പോയി. പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകണം. ഞാൻ എന്ത് പണിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ കൂടെ തന്നെ പോകും, സൈക്കിളാണല്ലോ, കൈ പിടിച്ചായാലും പോവാന്ന് വിചാരിച്ച് നേരെ റെയിൽവേ പാളങ്ങളുടെ അവിടേക്ക് വന്നു. പാലം തീരണത് ഇത് റെയിൽവേ പാളങ്ങൾ തുടങ്ങും. അങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ വന്നു. നേരെ മുകളിൽ കാണുന്നതാണ് പാലം. അങ്ങനെ അതിൽ കൂടെ സൈക്കിള് പതുക്കെ കൊണ്ടുവന്ന് അത് ക്രോസ് ചെയ്തു. പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകാണ്ട് ഒപ്പിച്ച് താഴത്തെ കൂടെ തന്നെ സെറ്റാക്കി. പിന്നെ അവിടുന്ന് വീണ്ടും നല്ല റോഡിലേക്ക് കയറി വീണ്ടും വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ അപ്ഗ്രേഡ് സൈക്കിളറി ഷോപ്പിൽ എത്താറായി. അതിൻ്റെ വളരെ അടുത്തെത്തി. ഈ അപ്ഗ്രേഡ് സൈക്കിളറി ഷോപ്പിലേക്ക് നിങ്ങൾ വരാണെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് വന്നോട്ടോ. ഗൂഗിൾ മാപ്പിൽ നമ്പറുണ്ട്. കാര്യം അവിടെ ആളില്ലാണ്ട് വന്നാലോ, എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം എവിടെ പോയാലും വിളിച്ച് ചോദിച്ചു ഓപ്പൺ ആണോ, ആളുണ്ടോ എന്നൊക്കെ ചോദിച്ചു പോകുന്നത് നല്ലതാണ്. കാര്യം ഒരു ഫ്യൂണറൽ വന്നാൽ പോലും അവർ കട അടച്ച് ക്ലോസ് ചെയ്ത് പോകും. എറണാകുളത്ത് ഒരു കട ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കട അടച്ച് പോണ ഒരു രീതി കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്ഗ്രേഡ് സൈക്കിളറി ഷോപ്പിലെത്തി. ഇവിടുന്ന് ബാഗ് നോക്കി, ബാഗ് പറ്റിയില്ല. പകരം ഞാനൊരു പമ്പ് മേടിച്ചു. ഈ പമ്പിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കാം, നിങ്ങൾക്കത് നോക്കിയാൽ മതി. അങ്ങനെ നേരെ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി ഡെക്കാത്തലോണിലേക്ക് പോകണം. ഇനി എന്തിനാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ നിന്ന് എൻ്റെ സീറ്റ് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കി, പക്ഷെ അവിടെ സ്പെയർ ഇല്ല. ഡെക്കാത്തലോണിൽ തന്നെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഡെക്കാത്തലോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഗ്രേഡ് സൈക്കിളറി ഷോപ്പിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. വൈറ്റ്ലയിലാണ് പോകുന്നത്, വൈറ്റ്ല ഡെക്കാത്തലോണിൽ. അപ്പോൾ അവിടേക്ക് പോണത് കുറേ ഇടവഴി കൂടെ ആയിരുന്നു കേട്ടോ. കാര്യം ഈ ഷോപ്പിൻ്റെ അവിടെ നിന്ന് പിന്നെ കുറച്ച് നല്ല വഴിയിലേക്ക് കയറാൻ കുറച്ച് ഇടവഴി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാപ്പ് ഇട്ടാണ് പോണത്. കുറച്ച് ദൂരം അനാവശ്യമായിട്ട് ചവിട്ടി, വീണ്ടും തെറ്റിപ്പോയി. മാപ്പ് നോക്കി തെറ്റിപ്പോയി. അങ്ങനെ ഡെക്കാത്തലോൺ എത്തി. സീറ്റ് ടൈറ്റ് ചെയ്യണ ബോൾട്ട് അതിൻ്റെ എൽ&കി വെച്ചാണ് ടൈറ്റ് ചെയ്യണത്. അത് എൽ&കി വെച്ച് ടൈറ്റും ലൂസും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അങ്ങനെ അതിൻ്റെ സ്പെയർ മേടിക്കാൻ വന്നപ്പോൾ അത് ഇവിടെ സ്പെയർ ഇല്ല. സീറ്റ് പോസ്റ്റ് മാറ്റണം എന്ന് പറഞ്ഞു. സീറ്റ് പോസ്റ്റിന് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ്, പക്ഷെ ബോൾട്ട് കിട്ടാത്ത കാരണം ആ സെറ്റ് മുഴുവൻ മാറേണ്ട വന്നു. അങ്ങനെ 1500 രൂപ അവിടെ പോയി. 1500 ചില്ലാൻ രൂപയാണ് ആയത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീറ്റിൻ്റെ ഹൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും. അത് ഇടയ്ക്ക് ലൂസ് ചെയ്യും ടൈറ്റ് ചെയ്യും ചെയ്തുകൊണ്ട് പറ്റിയതാണ് ഈ ബോൾട്ട് പോകാനുള്ള കാര്യം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് റീൽ ഞാൻ ചാനലിൽ ഇട്ടേക്കാം, എന്താ പറ്റിയെന്നുള്ളതിനെ കുറിച്ചുള്ളത് കൃത്യമായിട്ട്. അങ്ങനെ അതവിടെ നിന്ന് സെറ്റാക്കി പുതിയതിട്ടതിന് ശേഷം നേരെ അവിടെ നിന്ന് തിരിച്ച് പിന്നെ കാക്കനാട് പോകാമെന്നാണ് വിചാരിച്ചത്. കാക്കനാട് പോകാനായിട്ട് സമയം 4 മണിയായി. അപ്പോൾ ഇനി ചെല്ലുമ്പോഴേക്കും സമയം വൈകും എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഇതാണ് എൽ&കി ഇട്ട് തിരിക്കുന്ന ഒരു ബോൾട്ട് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ഈ സൈക്കിളിനെല്ലാം എൽ&കി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന എൽ&കി ടൂള് കണ്ടോ? ഇത്തരത്തിലുള്ള ടൂളുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ എമർജൻസി ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ. ഡെക്കാത്തലോണിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പോണേ. അവിടുന്ന് മെട്രോയിൽ നിന്ന് കയറി ആലുവയിലെത്തണം. അതാണ് പരിപാടി. കാര്യം ഏകദേശം 3:30-4 മണി ആയല്ലോ. ഇനിയിപ്പോൾ കറങ്ങാമെന്ന് വിചാരിച്ചാലും കാര്യമില്ല. നേരത്തെ വീട്ടിലെത്താം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ എളംകുളം മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരുന്നു ടിക്കറ്റ് കൗണ്ടറും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണത്. അങ്ങനെ നേരെ ആലുവയ്ക്ക് ടിക്കറ്റ് എടുത്തു. ആലുവയ്ക്ക് പോവാണ്. ആലുവ എത്തി. ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നു. നേരെ അങ്കമാലിക്ക് പോവാണ്. വേറെ പരിപാടിയൊന്നുമില്ല. ആലുവയിൽ നിന്ന് ചായ കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പില്ല. കുഴിമന്തി കഴിച്ച് വയറിറങ്ങിയിട്ട് വിശപ്പായില്ല. പിന്നെ മെട്രോയ്ക്കാണല്ലോ കൂടുതൽ യാത്ര ചെയ്ത്. അതുകൊണ്ട് സൈക്കിള് വലിയ കാര്യമായിട്ട് ചവിട്ടേണ്ട വരാത്തതുകൊണ്ടും വലിയ വിശപ്പായില്ല. അങ്കമാലി ചെന്ന് ബാങ്കിൽ കയറണം. ബാങ്ക് ടൈം കഴിഞ്ഞു. പക്ഷേ എൻ്റെ പാസ്ബുക്ക് അവിടെ ഇരിപ്പുണ്ട്. അതൊന്ന് മേടിക്കാൻ വേണ്ടി പോണതാണ്. അങ്ങനെ നേരെ അങ്കമാലിക്ക് പോവാണ്. അങ്കമാലി ചെന്ന് വീട്ടിലേക്ക്. അപ്പോൾ മൊബൈലിൽ വീണ്ടും സ്ട്രാവ ഓൺ ചെയ്യണം. നമ്മുടെ പെഡോമീറ്റർ, എൻ്റെ എല്ലാ സൈക്കിൾ ചവിട്ടുന്നതൊക്കെ റെക്കോർഡ് ആവുന്നത് സ്ട്രാവയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നേരെ ആലുവയിൽ നിന്ന് ജേണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. സമയം ഇപ്പോൾ ഏകദേശം 5:30-6 മണിയോടെ അടുത്തായി. ഓഫീസിലെ ജോലി കഴിഞ്ഞ് ആൾക്കാർ പോണ സമയമാണ് 5 മണി to 6 മണി.
അപ്പോൾ ആലുവ പാലം നല്ല ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആലുവ പാലം നല്ല ബ്ലോക്ക് ഉണ്ടായി. അങ്ങനെ ബ്ലോക്കിൽ കൂടെ ചവിട്ടി നേരെ പോവാണ്. അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ ആൾക്കാർ ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഈവനിങ് ടൈമിലാണ് രസകരമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ അത്താണി എത്തി, അത്താണി കരിയാട് എത്തി. അപ്പോഴേക്കും സമയം 6 മണി കഴിഞ്ഞല്ലോ. കടകളിലൊക്കെ നല്ല ലേറ്റായി, നല്ല രസമായി തുടങ്ങി വൈകിട്ട് ഈവനിങ് കാണാനായിട്ട്. ക്രിസ്മസ് വളരെ അടുത്തായതുകൊണ്ട് എല്ലാ കടകളിലും നക്ഷത്രങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ സമയത്ത് വന്നാലുള്ള ഒരു മെയിൻ അട്രാക്ഷൻ, പുറത്ത് നമ്മൾ ഇറങ്ങിയാലുള്ള ഒരു അട്രാക്ഷൻ കടകളിൽ ഈ ലൈറ്റും നക്ഷത്രങ്ങളും കാണുമ്പോൾ ഒരു രസമാണ്. അങ്ങനെ അങ്കമാലി കിഴക്കേപ്പള്ളി എത്തി. കിഴക്കേപ്പള്ളി TB ജംഗ്ഷൻ കൂടി തുറവൂർ കൂടി വീട്ടിലേക്ക്, അതാണ് പരിപാടി. അപ്പോൾ TB ജംഗ്ഷനിലാണ് ബാങ്ക് ഉള്ളത്. നേരെ അവിടേക്ക് പോവാണ്. ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഓംലേറ്റ് പറഞ്ഞു. ഓംലേറ്റ് നല്ല രസകരമായിട്ടാണ് അദ്ദേഹം ഉണ്ടാക്കണേ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 30 രൂപയാണ് വന്നത്. അങ്ങനെ ഓംലേറ്റ് കഴിച്ചു. സമയം ഏകദേശം ഒരു 7:10 ആയിട്ടുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് 7:30 ഇറങ്ങി. ഇനിയിപ്പോൾ അങ്കമാലിയിൽ നിന്ന് 15 മിനിറ്റുള്ള എൻ്റെ വീട്ടിലേക്ക് ഏകദേശം 7:30 ആകുമ്പോൾ തന്നെ വീട്ടിലെത്തി. 12 മണിക്കൂറായിരുന്നു ഇന്നത്തെ മൊത്തം ട്രാവലിങ്. പുഷ്പ കാണാനായിട്ടാണ് മെയിനായിട്ട് പോയത്. FDFS ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ ഓക്കെ, 8:30 ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടി. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പടം അത്ര എറിച്ചില്ല എന്നുള്ള ഒഴിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം രസകരമായിരുന്നു. നല്ല ഫുഡ് കഴിച്ചു, നല്ലോണം എൻജോയ് ചെയ്തു. രാത്രി കാഴ്ചകളും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് പോയി.